വരുന്നുണ്ട്. കൊല്ലം പുത്തൂരിൽ ബാധ ഒഴിപ്പിക്കാനെത്തിയ 16-കാരിയെ പീഡിപ്പിക്കാൻ ശ്രമിച്ചുവെന്ന പരാതിയിൽ ജോൽസിനെതിരെ പോക്സോ കേസ്. കൊട്ടാരക്കര വെണ്ടാർ സ്വദേശിയായ മുരാരി തന്ത്രിക്കെതിരെയാണ് പുത്തൂർ പോലീസ് കേസെടുത്തത്. അമ്മയെ പുറത്തിരുത്തി പെൺകുട്ടിയെ മുറിയിലേക്ക് കൂട്ടിക്കൊണ്ടു പോവുകയും കടന്നു പിടിക്കുകയുമായിരുന്നുവെന്നാണ് പരാതി. നാട്ടുകാർ ഓടിയെത്തിയപ്പോഴേക്കും പിൻവാതിലൂടെ ഈ ജോൽസൻ കടന്നു കളഞ്ഞു എന്നാണ് വിവരം. രാഹുൽ ജി നാഥാണ് വിവരങ്ങളുമായി ചേർന്നത്. രാഹുൽ, ഗുഡ് മോർണിംഗ്. അപ്പോൾ ഈ ജോൽസനെ സംബന്ധിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ എന്താണ്? ഇയാളെ പിടികൂടാനായിട്ടുണ്ടോ? എങ്ങനെയാണ് ഈ അന്വേഷണം പോകുന്നത്? കേസിനെ സംബന്ധിച്ച് പോലീസ് എന്താണ് വിശദീകരിക്കുന്നത്? ഇത് അത്യന്തം ഗൗരവമുള്ള ഒരു വാർത്തയാണ് പുത്തൂരിൽ നിന്ന് പുറത്തു വരുന്നത്. കാരണം സമാനമായ തരത്തിലൊരു വാർത്ത കൊല്ലം ജില്ലയിൽ നിന്ന് പുറത്തു വന്നിരുന്നു. ഇത്തരത്തിൽ വ്യാജ ജ്യോത്സ്യന്മാർ ആ നാട്ടിൽ കൂടുന്നു എന്ന വലിയ ആശങ്ക കൂടി വാർത്താമായി പങ്കുവയ്ക്കുകയാണ്. എന്തായാലും നിലവിൽ 16-കാരിയെ ഇത്തരത്തിൽ ബാധ ഒഴിപ്പിക്കാനുള്ള പൂജ ചെയ്യാം എന്ന് പറഞ്ഞ് വിളിച്ചു വരുത്തിയ ശേഷം ലൈംഗികമായി പീഡിപ്പിക്കാൻ ശ്രമിച്ചു എന്നാണ് നിലവിൽ പരാതി ഉള്ളത്. ഈ സംഭവം പുറത്തു വന്നതിന് ശേഷം ഈ തന്ത്രി മുരാരി തന്ത്രി എന്നാണ് ഈ പ്രതിയുടെ പേര്. വെണ്ടാർ സ്വദേശിയാണ്. അയാൾ ആ സ്ഥലത്ത് നിന്ന് രക്ഷപ്പെടുകയായിരുന്നു. നിലവിൽ എന്തായാലും പോലീസിന് അയാളെ പിടികൂടാനായിട്ടില്ല. ഇത്തരത്തിൽ കുറച്ച് നാളുകൾ മാത്രമാണ് ഇത്തരത്തിൽ ജ്യോത്സ്യവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലേക്ക് ഇയാൾ ഇറങ്ങിയത്. അതിനു മുമ്പ് ആ നാട്ടിൽ തന്നെ മറ്റൊരു ജോലി ചെയ്യുകയായിരുന്നു. പെട്ടെന്നാണ് ഇത്തരത്തിൽ മാറ്റം ഉണ്ടായത്. എന്തായാലും കഴിഞ്ഞ ദിവസം വൈകുന്നേരമാണ്, അതായത് ഇന്നലെ വൈകുന്നേരമാണ് അമ്മയ്ക്കൊപ്പം കുട്ടി ഈ മുരാരി തന്ത്രിയുടെ ഈ ഇടത്തേക്ക് എത്തിയ ശേഷം ഈ പൂജയുടെ ഭാഗമായി ഈ തന്ത്രി പൂജ ചെയ്യുന്ന ഇടത്തേക്ക് വരുന്നു. അപ്പം തന്ത്രി ആവശ്യപ്പെടുന്നത് ഈ പൂജയുടെ ഭാഗമായി മകളുമായി ഈ പൂജാമുറിയിൽ മകളും താനും മാത്രം മതി അമ്മയുടെ പുറത്തിരിക്കാൻ പറയുന്നു. ആ സമയത്താണ് നിലവിളിച്ചുകൊണ്ട് പെൺകുട്ടി പുറത്തേക്ക് ഓടി വരുന്നത്. അപ്പോഴാണ് ഈ അമ്മയും ഒപ്പം പുറത്തുണ്ടായ നാട്ടുകാരും ഈ കാര്യം അറിയുന്നത്. ഇവർ പിടികൂടുമെന്ന് പേടിച്ചുകൊണ്ടാണ് പ്രതി പുറത്തേക്കോട്ട് രക്ഷപ്പെട്ടത്. എന്തായാലും പുത്തൂർ പോലീസ് കേസെടുത്ത് അന്വേഷണം തുടങ്ങിയിട്ടുണ്ട്. ഇത്തരത്തിൽ ഒരു സാമ്പത്തിക തട്ടിപ്പ് മാത്രമാണ് മുൻപ് ഈ പറയുന്ന പൂജാരിയുടെ പേരിൽ ഉണ്ടായിരുന്നത്. മറ്റ് കേസുകൾ ഇല്ല എന്നും അറിയുന്നുണ്ട്. എന്തായാലും വലിയ ഗൗരവത്തിൽ തന്നെ പോലീസ് കേസിനെ കാണുന്നു. പ്രതിക്കായുള്ള അന്വേഷണം പുരോഗമിക്കുകയാണ്. ശരി, രാഹുൽ ജി നാഥാണ് വിവരങ്ങൾ. അപ്പോൾ മുരാരി തന്ത്രീനെ നമ്മൾ കുറേ നാളായിട്ട് ഫേസ്ബുക്കിലൊക്കെ കണ്ടുകൊണ്ടിരിക്കുന്നതാണ്. കുറച്ച് നാളായിട്ടുള്ള ജ്യോതിഷം പഠിച്ച് ഈ പൂജാതി കർമ്മങ്ങളൊക്കെ ചെയ്തു തുടങ്ങിയിട്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. അപ്പം കുറേ നാളായിട്ട് തന്ത്രി ഫേസ്ബുക്കിൽ റീൽസ് ചെയ്യാനൊക്കെ എന്താ പറയുക, അടിപൊളിയായിട്ട് റീൽസ് ചെയ്യുക. നമ്മുടെ താത്തയെ പോലെ തന്നെ, മനസ്സിലായല്ലോ, നമ്മുടെ ഗുരുവായൂർ താത്തയെ പോലെ തന്നെ ഒരു വേർഷൻ അതാണ് തന്ത്രി എന്ന് എനിക്ക് തോന്നിയിട്ടുള്ളത് കേട്ടോ. കാരണം തന്ത്രി രുദ്രാക്ഷമിട്ട് ഭസ്മക്കുറിയും വരച്ചിട്ട് തന്ത്രി മുസ്ലിം പാട്ടുകൾ പാടിയിട്ടാണ് തന്ത്രി റീൽസ് ചെയ്യുന്നത്. അത് കണ്ടപ്പോൾ തന്നെ എനിക്കൊരു വശപ്പശക് തോന്നിയിരുന്നു. അയാളുടെ പേരിൽ മുമ്പ് സാമ്പത്തിക തട്ടിപ്പുകൾ ഉണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ ഇതാദ്യമായിട്ടാണ് പീഡനക്കേസ് എന്നാണ് നിലവിൽ അറിയാൻ കഴിഞ്ഞത്. അപ്പോൾ ഈ ഒരു കേസ് വളരെ ഗൗരവത്തോടു കൂടിയാണ് നമ്മുടെ നിയമപാലകരൊക്കെ കാണുന്നത് എന്നാണ് മനസ്സിലാക്കുന്നത്. തന്ത്രി കാറിലിരുന്നിട്ട്, തന്ത്രിയുടെ കൂടെ വേറെയും സ്ത്രീകളെ നമ്മൾ കുറേ റീൽസിൽ അങ്ങനെയൊക്കെ കണ്ടിട്ടുണ്ട്. പെശകായിട്ട് തോന്നിയിട്ടുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ താത്ത ഇതുപോലെ തട്ടമിട്ടുകൊണ്ട് അമ്പലനടയിലേക്ക് പോകുന്ന പോലെ ഈ തന്ത്രി രുദ്രാക്ഷമാലകളും ചന്ദനക്കുറിയും ഭസ്മക്കുറിയും ഒക്കെ ഇട്ടിട്ട് ഒരു ജ്യോതിഷൻ്റെ വേഷം കെട്ടിയിട്ട് ഈ തന്ത്രി മുസ്ലിം പാട്ടുകൾ പാടിയിട്ടാണ് റീൽസും കാര്യങ്ങളൊക്കെ സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ചിട്ടുള്ളത്. അത് കണ്ടപ്പോൾ തന്നെ ഇയാളെ എനിക്ക് വശപ്പശക് തോന്നിയിട്ടുള്ളതാണ്. ഇപ്പം എന്തായാലും ഏകദേശം കാര്യങ്ങൾ മനസ്സിലായല്ലോ. പോക്സോ കേസാണ് വന്നിട്ടുള്ളത്. വിളിച്ചു വരുത്തി പീഡിപ്പിക്കാൻ ശ്രമിച്ചു എന്നാണ് അറിയാൻ കഴിയുന്നത്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്കൊന്നും ഒരു തലയ്ക്ക് വെളിവും ബോധവും ഇല്ലേ എന്നാണ് എനിക്ക് ചോദിക്കാനുള്ളത്. നമുക്ക് ശരിക്കും വ്യക്തമായിട്ടുള്ള അറിവില്ലാത്ത ഇത്തരത്തിലുള്ള ആളുകളൊക്കെ ബാധ ഒഴിപ്പിക്കാം, അല്ലെങ്കിൽ ആ പൂജ ചെയ്യാം ഈ പൂജ ചെയ്യാം എന്ന് പറഞ്ഞ് വിളിച്ചു വരുത്തുമ്പോൾ ഇതിൻ്റെയൊക്കെ പുറകെ പോകാൻ ആളുകളുണ്ടല്ലോ നമ്മുടെ കേരളത്തിൽ എന്ന് ആലോചിക്കുമ്പോഴാണ് എനിക്ക് ശരിക്കും ഒരു നാണക്കേട് തോന്നുന്നത്. അല്ലേ, എത്രയൊക്കെ നമ്മുടെ കേരളം പുരോഗമിച്ചു, ജനങ്ങൾ വളരെ വിദ്യാഭ്യാസത്തിൽ മുൻനിരയിലാണ് കേരളം എന്നൊക്കെ പറഞ്ഞാലും ഇത്തരത്തിലുള്ള അറിവില്ലാത്ത ബോധമില്ലാത്ത ആളുകൾ നമ്മുടെ ഇടയിൽ ഇപ്പോഴും ഉണ്ട് എന്നുള്ളൊരു കാര്യമാണ് ഞാനിതിൽ നിന്ന് മനസ്സിലാക്കുന്നത് കേട്ടോ. ഈ മുസ്ലിം പാട്ടുപാടി തന്ത്രി ചെയ്യുന്ന ഈ റീൽസുകൾക്ക് ഒരുപാട് കാഴ്ചക്കാർ ഉണ്ട് എന്നുള്ളതാണ്. കാരണം ആളുകൾ അത് ഇഷ്ടപ്പെട്ട് ഷെയർ ചെയ്ത്
തന്ത്രി അത്തരത്തിലാണ് ആ റീൽസിൽ കിടന്നിട്ട് തൊള്ള തുറക്കുന്നത്. ഞാൻ പലപ്പോഴും ഇത് കണ്ടിട്ടുണ്ട്. അപ്പോഴേക്ക് ഞാൻ ആലോചിക്കും ഇത് എന്ത് ഇങ്ങനത്തെ സംഭവം. അപ്പം എനിക്ക് മനസ്സിലായിട്ടുള്ളത് നമ്മുടെ ഇപ്പം തട്ടമിടാത്ത താത്തയുടെ മറ്റൊരു വേർഷൻ അത്രേ ഉള്ളത്. ഈ കൂടുതലൊന്നുമില്ല. ഒക്കെ ഇത് തന്നെയാണ് സംഭവം മക്കളെ. അപ്പോൾ ലാസ്റ്റ് തന്ത്രിയും ഇതാ വന്ന് ചാടിയിരിക്കുകയാണ്. മുരാരി തന്ത്രി അത് തന്നെ ആള്. അപ്പോൾ തന്ത്രിയും വന്നിട്ട് ലാസ്റ്റ് പോക്സോയിൽ ചാടിയിരിക്കുകയാണ്. പ്രായപൂർത്തിയായിട്ടില്ലാത്ത പെൺകുട്ടിയാണെന്ന് പറയുന്നു. അപ്പോൾ ഇനി കുറച്ച് നാൾ പിടികിട്ടിയിട്ടില്ല. തന്ത്രി ഇറങ്ങി ഓടി. പിടികിട്ടിയാൽ അപ്പോൾ ഇനി കുറച്ച് നാൾ അകത്ത് കിടന്ന് സുഖിക്കാൻ തന്ത്രിക്ക്.